കഥന നിവാരണ കനിവിന്നുറവ് കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയിൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഹലോ, ഒന്നും കേൾക്കണില്ലല്ലോ. റേഞ്ചില്ലാത്താണോ? എനിക്ക് മാത്രമാണോ? ക്ലാസ്സില്ലടാ. മാം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളാരും കാണുന്നില്ലേ?
മാം ഇത് ഞങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ളതാണോ? നമ്മൾ എഴുതിയെടുക്കേണ്ടതാണോ ഇപ്പം? Good morning to all. Good morning, ma'am. 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 Yeah, good morning. Morning. Okay, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Yeah, ma'am. Yeah, ma'am. Fine. Okay, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes, ma'am. കഴിച്ചു അല്ലേ? Yes. അപ്പൊ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യല്ലേ? First time, ma'am. ഫസ്റ്റ് ടൈം ഫസ്റ്റ് ആണ്. ടൈം ടീച്ചറിനെ കാണും. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം അശ്വതി. ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ബാച്ച് എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ബാച്ചസ് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, അങ്ങനെ നിങ്ങളുടെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയല്ലേ? ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Yes, ma'am. നന്നായിട്ട് പോകുന്നു. Good, ma'am. നന്നായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? പഠിച്ചു? ഓക്കെ ആണോ ഇംഗ്ലീഷ്? ഓക്കെയാണ് മാം. ഓക്കെ ആണ്. എന്താണ് വൺ വേർഡിൽ മാത്രമേ ആൻസർ ഉള്ളൂ? ഒന്നും പറയുന്നില്ലല്ലോ കാര്യമായിട്ട്. ചുമ്മാ ഇതിലൊക്കെ സംസാരിക്കൂ. ഇംഗ്ലീഷാണ് ഏറ്റവും എളുപ്പം മാം. ആണോ? യാ, വെരി ഗുഡ്. ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ എന്താ പറഞ്ഞേ? സാറിനോട് എന്താ പറഞ്ഞേ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെന്ന് പറഞ്ഞോ? അതെ, മാം. ഫസ്റ്റ് ടൈം പറഞ്ഞ എന്താണ്? ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, ബിഗിനേഴ്സ് ആണ്, ഗ്യാപ്പ് ഉണ്ട് അല്ലെ? വായിക്കാൻ എഴുതാൻ അറിയാം, പക്ഷെ സംസാരിക്കാൻ അറിയില്ല, ഗ്രാമർ അറിയില്ല എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോ ഇംഗ്ലീഷ് സിമ്പിൾ ആണ്, ഏറ്റവും എളുപ്പമാണ് എന്ന് പറയുന്നത്. അപ്പോ അത്രയും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടല്ലേ? യെസ് മാം, സാറിന്റെ ക്ലാസ് നല്ല ഗ്രാമർ പോർഷൻ ഒക്കെ നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. അപ്പൊ ഗ്രാമറിൽ എങ്ങനെയാ? നമുക്ക് പറഞ്ഞു തരും, മനസ്സിലായാലേ നമുക്ക് ഒന്നും കൂടെ ഒക്കെ പറഞ്ഞു തരും. യെസ് മാം, നന്നായിട്ട്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു, അപ്പൊ ഗ്രാമർ പോർഷൻ എനിക്ക് ഫുള്ള് അറിയാം, പക്ഷെ സാറിന്റെ ക്ലാസ് നന്നായിട്ട് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഗ്രാമർ അപ്പൊ എങ്ങനെ ചോദിച്ചാലും ഗ്രാമർ പറയും അല്ലെ? ഏറ്റവും നമുക്ക് ടഫ് ആയതും കുറച്ചുകൂടെ പേടി അല്ലെ? ഗ്രാമർ ആയിരുന്നില്ല നമുക്ക് ഭയങ്കര പേടി. അത് കുഞ്ഞിലെ മുതൽ അങ്ങനെയാണല്ലേ, ഗ്രാമർ പേടിയാണ്. കാരണം എന്താണ്? പഠിക്കണം, കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല, നമുക്ക് നന്നായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഓ ഇതൊന്നും അല്ല കേട്ടോ, എന്റെ സബ്ജക്ട് ഇതൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഫസ്റ്റ് തന്നെ കയറിയിട്ട് നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കുക അല്ലെ? ചുമ്മാ ഒന്ന് സംസാരിക്കണ്ടേ? നിങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ്. ഇനിയിപ്പോ കോൺവെക്കേഷൻ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് എന്നെ കാണും. അപ്പോ എല്ലാവരും സംസാരിക്കാം. ഇനി ആരും എന്നെ അറിയില്ല, കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ, കണ്ടിട്ടില്ല എന്ന് പറയരുത്. പേരും മറക്കരുത്. എന്തായിരുന്നു എന്റെ പേര്? എന്തായിരുന്നു? Ashwati. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? നമ്മൾ ഇത്രയും നാള് ഗ്രാമർ പഠിച്ചു, ഓരോ വേർഡ്സ് പഠിച്ചു, ഇംഗ്ലീഷിന് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി അതിൽ പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്താ വേണ്ടേ? പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണോ? വെരി Yes, ഇമ്പോർട്ടന്റ് ma'am. ഒരുപാട് അല്ലെ? അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രൊണൗൺസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോ ചുമ്മാ പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഗ്രാമർ അറിയില്ല, എന്ത് പൊട്ടത്തിലാണെങ്കിലും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കോ അവൻ ഇംഗ്ലീഷ് അറിയാം എന്ന് വിചാരിക്കും. ശരിയല്ലേ? അതാണ് കേട്ടോ പ്രൊണൗൺസിയേഷൻ. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് മാക്സിമം ഓരോ വേർഡ് നിങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് എല്ലാം പഠിച്ചതാണ്, ഗ്രാമേഴ്സ് നമുക്ക് അറിയാം, നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യാൻ അറിയാം, കറക്റ്റ്
ഓക്സിലറീസ് ആണെങ്കിലും മോഡൽ വെർബ് ആണെങ്കിലും എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്താണെന്നെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് വേണ്ടത് ഇപ്പൊ ഗ്രാമർ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേണ്ടത് എന്താണ്? വൊക്കാബുലറി. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു സെന്റൻസ് പറയണമെങ്കിൽ പോലും നമുക്ക് വൊക്കാബുലറി വേണം. ചുറ്റും കാണുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, വേർബ് ആണെങ്കിലും നമുക്ക് അതിന്റെ എല്ലാം ഇംഗ്ലീഷ് വേർഡ്സ് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു സെന്റൻസിൽ പറയാൻ പറ്റൂ, അല്ലെ? അപ്പൊ വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. ഡേ ബൈ ഡേ ഓരോ വൊക്കാബുലറീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വേർഡ് കേൾക്കണം. ഗൂഗിളില് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കേൾക്കാൻ പറ്റും. കേൾക്കുക, അവരെങ്ങനെയാണോ പറയുന്നത് കറക്റ്റ് ആ ഒരു പ്രൊണൗൺസിയേഷൻ തന്നെ പറഞ്ഞു പഠിക്കാം. ഓക്കെ, അതിപ്പോ ഞാൻ പറയുന്നത് എനിക്ക് എത്രത്തോളം ക്ലിയർ ആകും, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്നത് എത്രത്തോളം ക്ലിയർ ആകും നമുക്കറിയില്ല. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. റേഞ്ച് കട്ടായാല് കേൾക്കാൻ പറ്റില്ല, അറിയാലോ. ഓൺലൈൻ ആയതുകൊണ്ട് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, എന്ത് പ്രൊണൗൺസിയേഷൻ, എന്ത് ഡൗട്ട്സ് ആണെങ്കിൽ പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പ്രൊണൗൺസിയേഷൻ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു, പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ എടുക്കുന്ന പോർഷനും അതൊക്കെ തന്നെയാണ്, അല്ലെ? കോണ്ടെക്സ് ആണ്. കോണ്ടെക്സ് നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ കോണ്ടെക്സ് നമ്മൾ കുഞ്ഞിലേ മുതൽ പഠിക്കണമായിരുന്നു. ഇംഗ്ലീഷ് പഠിച്ച സമയത്ത് നമുക്ക് കോണ്ടെക്സ് പഠിക്കണമായിരുന്നു. പക്ഷെ അറിയാലോ, സിലബസ് ആണ്. ഇപ്പൊ പക്ഷെ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെ പഠിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാം. ഞാൻ ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. കോണ്ടെക്സ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ഒരുപാട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സൗണ്ട്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. ഓരോ ലെറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതിക്കാൻ പറ്റും, എനിക്ക് എഴുതി കാണിച്ചു തരാൻ പറ്റും. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ എന്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്നും അറിയില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. എന്റെ ക്ലാസ്സും നിങ്ങളൊന്ന് കുറച്ചുകൂടെ റെഫർ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആകും കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവിങ് ഓൺ അവർ പോർഷൻ. ഫോണ്ടിക്സ്. ഫോണ്ടിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോണ്ടിക്സ് ഇസ് എ ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക് that deal with the study of speech sounds, their production, combination, description or representation by written symbols. Okay, സിമ്പിൾ ആയിട്ട് ഇത്രയും നമ്മൾ വലിച്ചുവരി പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൗണ്ട്സ് ആണ്. ഓക്കെ, നമ്മള് ആൽഫബറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യം ആൽഫബറ്റ്സ് ആണ്. നമുക്ക് 26 ആൽഫബറ്റ്സ് ഉണ്ട്. ഇംഗ്ലീഷില് 26 ആൽഫബറ്റ്സ് ഉണ്ട്. നമ്മൾ ഇതെല്ലാം പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ABCD അങ്ങനെയാണ് പറയാ. പക്ഷെ ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് സൗണ്ട് നന്നായിട്ട് പഠിക്കുക. പറയുമ്പോ ചിലപ്പോൾ ചിരി വരാം, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറയുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ചിരി വരാം. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു കറക്റ്റ് എന്തൊരു കാര്യം ഇപ്പൊ ഇവര് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം നാണക്കേടായിരുന്നു, അല്ലെ? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? ഇപ്പൊ ആ ഒരു മൈൻഡ് നിങ്ങൾക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. വന്ന ടൈമിലെ മൈൻഡ് അല്ല ഇപ്പൊ നിങ്ങൾക്കുള്ളത്. ടോട്ടലി നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അത് പറഞ്ഞ് ആരൊക്കെ കളിയാക്കിയാലും നമുക്ക് ഒരു വിഷയമല്ല. കാരണം നമ്മൾ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണ്, നമുക്ക് ഷുവർ ആണ്. ഓക്കെ, അപ്പൊ ആര് കളിയാക്കിയാലും നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. അപ്പോ നമുക്ക് 26 ആൽഫബറ്റ്സ് ഉണ്ട് ഇംഗ്ലീഷില്. നമ്മൾ പറയുന്ന ഓരോ ലെറ്റേഴ്സ് എന്നാണ്, അല്ലെ? അപ്പോ ലെറ്റേഴ്സിന് ഓരോ സൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഫോണ്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൗണ്ട് ആണ് പറയാ, ലെറ്റേഴ്സ് അല്ല, സൗണ്ട് ആണ്. അതപ്പോ ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് ആണ്. ഓക്കെ, അതാണ് ഇത് ഫോണ്ടിക്സ് എന്ന് പറയുന്ന സൗണ്ട്സ് ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ സൗണ്ട്. ദെൻ ഫോണ്ടിക്സില് ആൽഫബറ്റ്സ് ഇപ്പോ ഇംഗ്ലീഷില് 26 ആൽഫബറ്റ്സ് ആണെങ്കിൽ ഫോണ്ടിക്സില് സൗണ്ട്സ് ഉൾപ്പെടെ 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ട് ഫോണ്ടിക്സിൽ കേട്ടോ. 44 ആണ്. നമുക്കിവിടെ 26 ആൽഫബറ്റ്സ് ആണുള്ളെങ്കിൽ
ഫോണിക്സിലൊക്കെ വരാണെങ്കിൽ 44 ആൽഫബറ്റ്സ് ഉണ്ട്, സോറി 44 സൗണ്ട്സ് ഉണ്ട്. ഈ സൗണ്ട്സ് എല്ലാരും എവിടെ നിന്നാണ് വന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? നമുക്ക് ആൽഫബറ്റ്സിൽ എത്ര കോൺസണൻസും എത്ര വൊവൽസ് ഉണ്ട്? 21 consonants and 5 vowels. Yeah. Just wait a second. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫബറ്റ്സില് 5 വവൽസും 21 കോൺസണൻസ് ആണ് ഉള്ളത് അല്ലെ. അങ്ങനെ 26 ആൽഫബറ്റ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പൊ ഈ 5 വവൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു അല്ലെ. ഇ ഐ ഒ യു. ഈ 5 വവൽസിൽ നിന്നാണ് എന്ത് ഈ 44 സൗണ്ട്സ് വന്നിരിക്കുന്നത് കേട്ടോ. മോസ്റ്റ്ലി സൗണ്ട്സ് വന്നിരിക്കുന്നത് ഈ 5 വവൽസിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഏകദേശം മനസ്സിലായോ എന്താണ് ഫോണിക്സ് എന്ന് മനസ്സിലായോ? നമുക്ക് നമ്മുടെ മൗത്തില് ഒരുപാട് നമുക്ക് അത് ഫ്ലെക്സിബിൾ ആയിട്ട് പറയേണ്ടി വരും. അപ്പൊ എ ബി സി ഡി പറയുന്ന പോലെയല്ല, പല രീതിയിൽ നമുക്കത് പറയേണ്ടി വരും. നമുക്കത് പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ ഏതൊക്കെ പോർഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മൗത്തിൽ ഏതൊക്കെ പോർഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഓരോ ലെറ്റേഴ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഏകദേശം ഐഡിയ കിട്ടിയോ? എന്താണ് ഓൾറെഡി അറിയാം അല്ലെ, എന്താണ് ഫോണിക്സ് ഓൾറെഡി നമുക്ക്. അപ്പോ നമുക്ക് പല പല സൗണ്ട്സിലും സ്ട്രെസ് ചെയ്യേണ്ടി വരും. ചിലത് കുറച്ചുകൂടെ അധികം സ്ട്രെസ് ചെയ്യാത്ത സൗണ്ട്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നോട്ട്സ് നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടോ? യെസ് മാം. എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതിക്കോളൂ കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലാസ്സിൽ സ്പീഡ് കൂടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി തരണം. യെസ്, ഓക്കെ. അപ്പോ ഈ നോട്ട് ഒന്ന് എഴുതാട്ടോ. മാം ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്കി പറയോ? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. യെസ് മാം, കാണാം. അതൊന്നും എഴുതിയേക്കണേ. ഓക്കെ മാം, നോക്കിയോളാം. നമുക്ക് ഫോണിക്സിൽ ഓരോ സൗണ്ട്സ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഡിഫറെന്റ് വോക്കൽ ഓർഗൻസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ടങ് ആയിക്കോട്ടെ, ലിപ്സ് ആയിക്കോട്ടെ, ടീത്ത് ആയിക്കോട്ടെ, അതെല്ലാനും എന്താണ് കുറച്ചുകൂടെ നമ്മൾ അധികം ചിലപ്പോൾ സ്ട്രെസ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെയാണ് നമ്മൾ ഓരോ സൗണ്ട്സും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞോ? ഇത് കഴിയുമ്പോ പറയണം കേട്ടോ. കഴിഞ്ഞു. ഓക്കെ, നമ്മള് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എഴുതുന്ന പോലെയാണോ വായിക്കുന്നത്? നോ മാം. ഒരിക്കലും അല്ല അല്ലെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ
ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 2 വേർഡ് ഒന്ന് നിങ്ങളൊന്ന് പ്രൊണൗൺസ് ചെയ്തേ. ബട്ട് ആൻഡ് പുട്ട് സെയിം സ്പെല്ലിംഗ് ഒക്കെ തന്നെയാണല്ലേ, വ്യത്യാസം 1 ലെറ്റർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എഴുതിയ പോലെ ഒരിക്കലും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയാം. ഇംഗ്ലീഷ് ഈസ് ആൻ അൺഫോണറ്റിക്കൽ ലാംഗ്വേജ്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ് ആൻ അൺഫോണറ്റിക്കൽ ലാംഗ്വേജ്. ഒരിക്കലും എഴുതിയ പോലെ നമുക്ക് വായിക്കാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ക്ലിയർ? അതിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്തു. So let's discuss about the classification of speech sounds. ഇതിലാണ് നിങ്ങൾ നോക്കി സൗണ്ട്സ് 44 സൗണ്ട്സ് ഉണ്ട്. അതിൽ തന്നെ 20 vowels and 24 consonants ആണ്. ഓക്കെ, നമ്മുടെ ആൽഫബറ്റ്സിലുള്ള പോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കോൺസണൻസ് ഉണ്ട്, vowels ഉണ്ട്. ഓക്കെ, അപ്പൊ 20 vowels and 24 consonant sounds. ഇനി vowels തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Pure vowels and diphthongs, and pure vowels also classified into long vowels and short vowels. അപ്പൊ ഈ ചാർട്ട് ക്ലിയർ ആണല്ലോ. ഇനി ഈ ഞാൻ പറഞ്ഞു 44 സൗണ്ട്സ് വന്നിരിക്കുന്നത് മോസ്റ്റ്ലി എന്താ നമ്മുടെ വൊവൽസിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലെ. ഈ വൊവൽസ് 20 വൊവൽസ് വന്നിരിക്കുന്നത് 20 വൊവൽസ് സൗണ്ട്സ് വന്നിരിക്കുന്നത് നമ്മുടെ 5 വൊവൽ സൗണ്ടിൽ നിന്നാണ്. മനസ്സിലായോ? ഈ 5 വൊവൽ സൗണ്ടിൽ നിന്നാണ് ഈ 5 വൊവൽ ലെറ്റേഴ്സിൽ നിന്നാണ് 20 വൊവൽ സൗണ്ട്സ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമലി നമ്മുടെ കോൺസണൻസ് ആണ്. ഓക്കെ, ക്ലിയർ? മാം ഇതിനകത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ നോ, ഒരിക്കലില്ല. കാരണം നിങ്ങൾ എല്ലാവരും ആരാണ്? ടീച്ചേഴ്സ് അല്ലേ നിങ്ങള്? ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോ ഓരോ ലെറ്റേഴ്സിന്റെയും സൗണ്ട്സും കൂടെ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പറയുന്നതാണ് അവര് പഠിക്കുന്നത്. അതിപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പൊ നമ്മുടെ മക്കള് പഠിക്കുമ്പോ ടീച്ചേഴ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും പറഞ്ഞു കൊടുക്കുക. പറയാൻ പറ്റില്ല, ചിലപ്പോ സംടൈംസ് എന്തെങ്കിലും മിസ്റ്റേക്സ് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയും അവർ ഇങ്ങനെയല്ല അതിങ്ങനെയാണ് പറയണ്ടേ എന്ന് പറഞ്ഞാല് അവരെന്താ പറയാ? ഏറ്റപ്പോഴാണല്ലേ എല്ലാവർക്കും അനുഭവം ഉണ്ട്. അത് എനിക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയാം. അമ്മ ടീച്ചർ അങ്ങനെയാ പറഞ്ഞേ. കാരണം നമ്മൾ പറയുന്നവർ വിശ്വസിക്കില്ല. നമ്മൾ എത്ര പഠിപ്പിച്ചാലും നമ്മൾ എത്ര ടീച്ചറാണെന്ന് പറഞ്ഞാലും അവര് കേൾക്കില്ല. അവർക്ക് ഇമ്പോർട്ടന്റ് അവരുടെ ടീച്ചർ പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ടീച്ചറാകുമ്പോ നമ്മള് അവരെ മക്കളെ പോലെ കണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതും മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നമ്മൾ പഠിപ്പിക്കണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ക്ലാസ് എടുക്കുക. ഇനി ഡൗട്ട് ഉണ്ട്, അവരെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് ആണെങ്കിൽ ഒരിക്കലും ആൻസർ ചെയ്യാതിരിക്കുക കേട്ടോ. റെഫർ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പോകണം. ഒരിക്കലും തെറ്റ് പറയരുത്. മിസ്റ്റേക്ക് ഒരിക്കലും നമ്മൾ ആരെയും പഠിപ്പിക്കാൻ പാടില്ല. നമുക്കത് ഷുവർ ആണ്, നമുക്കത് കൺഫേം ആണെങ്കിൽ മാത്രമേ നമ്മൾ പഠിപ്പിക്കേണ്ടതുള്ളൂ. ഓക്കെ, കാരണം എനിക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അത് വേറൊരു കാര്യമുണ്ട്. നമ്മളത് റെഫർ ചെയ്തിട്ട് പിന്നെ പറയാന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടികളുടെ മനസ്സിലൊരു ചിന്ത വരില്ല, ഈ മിസ്സിനൊന്നും അറിയില്ല, അതുകൊണ്ടല്ലേ മിസ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞെന്ന് പറയില്ലേ? അത് ചെയ്യേണ്ട അങ്ങനെയല്ല കേട്ടോ. പിന്നെ പറയാന്ന് പറയരുത്. നമ്മുടെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കണം. ടീച്ചേഴ്സ് അങ്ങനെയാണ് കേട്ടോ. പല പല സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അത് എത്രയോ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, അത് അത്രയും ബെറ്റർ ആണ്. അല്ലാതെ മോനെ ഞാനത് പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ അവർക്ക് ഡൗട്ട് വരും. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ എടുത്തിടാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്കിത് എക്സ്പീരിയൻസ്, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, ഞാൻ പറയുന്നതല്ല. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് എല്ലാം അറിയാം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് എല്ലാം അറിയാം എന്നൊരു ധാരണ ഒട്ടുമില്ല. എനിക്ക് മിസ്റ്റേക്സ് പറ്റാൻ എനിക്കും അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അറിയില്ല എന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കുട്ടികളോട് ഒരിക്കലും പറയാൻ പാടില്ല. അത് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങൾ ആ സമയം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പീരിയൻസിലൂടെ മാത്രമേ എല്ലാവരും പഠിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാട്ടോ. കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ ടീച്ചറിന് അറിയില്ല എന്ന് പറയും. ഞാൻ പഠിപ്പിക്കുന്ന ടീച്ചറെ, എനിക്ക് അനുഭവം ഉണ്ട് ഒത്തിരി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനത് ചോദിച്ചതിന് കാര്യം എന്നെ പഠിപ്പിച്ചിരുന്നൊരു മിസ് ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഞങ്ങളെ ക്ലാസ്സിൽ പൊതുവെ മിസ് ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞതാണ്, ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടില്. അപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് മിസ്സിനോട് ചോദിച്ച് മിസ്സിന് അറിയില്ല എന്നുണ്ടെങ്കിൽ മിസ് അത് അവിടെ ഇരുന്ന് അത്
മാക്സിമം ശ്രമിക്കുക അത് കണ്ടുപിടിക്കാനായിട്ട്, അത് എങ്ങനെയാണ് അതിന്റെ ആൻസർ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അത് എത്ര മണിക്കൂർ എടുത്താലും അത് പറഞ്ഞു കൊടുത്തിട്ടേ കുട്ടികളെ വീട്ടിൽ വിടൂ. അപ്പൊ അതിന് പറഞ്ഞതിന് കാര്യം, ഞാൻ അതങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവര് പറയും എനിക്കൊന്നും അറിയില്ല, അവര് പിന്നെ ഇനി എന്റെ അടുത്ത് പഠിക്കാൻ വരില്ല, അവർ വേറെ ട്യൂഷൻ സെന്ററിൽ പോകും. അപ്പം നമുക്കത് മാക്സിമം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അന്ന് അത് വെച്ചിട്ടായിരുന്നു. സത്യം പഠിപ്പിക്കുമ്പോ എന്തേലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എന്ന് കുട്ടികൾ വിചാരിക്കും. അതാണ്. അതെ, അപ്പോ അവരറിയാതെ നമ്മളത് റെഫർ ചെയ്യണം കേട്ടോ, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അവരറിയാതെ നമ്മളത് റെഫർ ചെയ്യാ. വേറെ ഞാനും പറയും പിന്നെ പറഞ്ഞു തരാം പിന്നെ പറഞ്ഞു തരാന്ന് പറയും. പക്ഷെ അവര് വിചാരിക്കും അപ്പം അറിയില്ലാണ്ടാന്ന് വിചാരിക്കും. പിന്നെ ഞാൻ മനസ്സിൽ ഓർക്കും അറിയില്ലാന്ന് വിചാരിക്കൂലോ എന്ന്. ഞാൻ കുറച്ചൊരു 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു തരാന്ന് പറയും. അങ്ങനെയും പറയരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മള് ഇനി പറയില്ല മാം, ഇനി പറയില്ല, എനിക്കറിയില്ല, അങ്ങനെയും പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറയും. പക്ഷെ കുട്ടികൾ വിചാരിക്കും അപ്പം അറിയില്ലാണ്ടല്ല, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി പറയത്തില്ല. കാരണം നമ്മള് പറഞ്ഞല്ലോ, ഓരോ എക്സ്പീരിയൻസ് ആണ് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും അത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ ആ സിറ്റുവേഷൻ അവർ പോലും അറിയാതെ നമ്മളെ ഹാൻഡിൽ ചെയ്യുക. നമ്മൾ റെഫർ ചെയ്തിട്ട് അവർക്ക് അന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും കേട്ടോ. ഞാൻ സ്കൂളിൽ 4 ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചറെ. അപ്പം എനിക്ക് TTC ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പെർമനന്റ് ആയിട്ട് എടുക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കോഴ്സ് എടുത്തത്. അപ്പൊ ഞാൻ ആ 4 ക്ലാസ് വരെ 1 വർഷം ഞാൻ 1 ഇയർ പഠിപ്പിച്ച. അപ്പൊ അഗസ്റ്റ് ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിൽ അവർ എടുത്തതാണ് എന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടേക്കുന്നത്, പിന്നെ പറഞ്ഞു തരാന്നൊക്കെ. അപ്പോ ക്ലാസ്സിലേക്ക് വരട്ടെ ഞാൻ. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ക്ലാസ്സിൽ പറയുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്തോ എനിക്ക് നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടൊരു ഫീല് തോന്നുന്നില്ല. എനിക്ക് എന്തോ എന്റെ സ്റ്റുഡന്റിനെ പോലെ തന്നെയാ തോന്നുന്നത്. അത്യാവശ്യം മിങ്കിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളും അങ്ങനെയാന്ന് തന്നെയാന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം കണ്ടൊരു പോലെയല്ല നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. പെട്ടെന്ന് തീർക്കാം. കോണ്ടെക്സ്റ്റ് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ചിലപ്പോൾ ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? ഇല്ല. ക്ലാസ്സിൽ പൊതുവെ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവുന്നുള്ളൂ? എന്തോ ഫസ്റ്റ് ടൈം എല്ലാം നല്ലോണം ഉണ്ടായിരുന്നു മാം. പോകെ കുറഞ്ഞോണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവാണേ. നമ്മൾ പറഞ്ഞു വോവൽസ് 20 വോവൽസ് ഉണ്ട്, 24 കോൺസണന്റ് സൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് ഫസ്റ്റ് വോവൽസ് നോക്കാം. വോവൽസിൽ നമ്മൾ എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫ്തോങ്സ്, മോണോഫ്തോങ്സ് അല്ലെ, പ്യുവർ വോവൽസ്, ഡിഫ്തോങ്സ്, ലോങ് വോവൽസ്, ഷോർട്ട് വോവൽസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ വോവൽസ് ഈ സൈഡ് നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം. വോവൽസില് ഈ കാണുന്ന നോട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതും, അല്ലെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം. കാരണം അത് ഞാൻ എഴുതിയ നോട്ടാണ്. എത്രത്തോളം ക്ലിയർ ആകും എന്ന് എനിക്കറിയില്ല. ഈ ഓരോ സൗണ്ട്സും എഴുതി കാണിച്ച് തരെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതിനുള്ള ഒന്നും ഇല്ല. അതുകൊണ്ട് മാക്സിമം എഴുതാൻ പറ്റുന്ന പോലെ എഴുതാം. ക്ലിയർ ആവുന്നില്ല എങ്കിൽ നിങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അവർ കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരും. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോ ഇതില് വോവൽ സൗണ്ട് ഫസ്റ്റ് ആ സൗണ്ട് ആണ് കേട്ടോ. ഒരിക്കലും നമ്മുടെ ആൽഫബറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ABCD അല്ല, ഇത് വോവൽസ് ആണ്. നമുക്ക് സെന്ററിലോ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വോവൽസ് ആണ്. ഒരിക്കലും കോൺസണന്റ് സൗണ്ട്സ് അല്ല. ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇത് സൗണ്ട് ആണ്. ജസ്റ്റ് എന്റെ കൂടെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യണമെന്നില്ല. അൺമ്യൂട്ട് ചെയ്താൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ തന്നെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? പ്രാക്ടീസ് ചെയ്യോ? ഓക്കെ, അപ്പൊ ആ സൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, സൺ സൺ ഫൺ കേട്ടോ. ഫൺ, സമ്മർ സമ്മർ. ആ സൗണ്ട് വരുന്നുണ്ട് അല്ലെ? സമ്മർ. ക്ലിയർ? സൗണ്ട് ഓക്കെ ആയോ? കിട്ടിയോ? യെസ്. നെക്സ്റ്റ് ആസം. ഞാൻ മലയാളത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞ് മലയാളത്തിൽ നമ്മളത് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ അവിടെ എഴുതിയത്. പക്ഷെ ആ സൗണ്ട് തന്നെയല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ മലയാളത്തിൽ എഴുതിയത്. അപ്പൊ ഫസ്റ്റ് സൗണ്ട്
Then second one, army, arm, art. ഫസ്റ്റത്തെ ആയതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് എന്താണ് സ്ട്രെസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ സൗണ്ട്. ഓക്കെ, ഏതെങ്കിലും സൗണ്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ എന്നോട് പറയാം, ഞാൻ എന്നോട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പോവാണേ. ദെൻ എ സൗണ്ട്. അതിന് പ്രത്യേകിച്ച് എനിക്ക് ലെറ്റേഴ്സ് എഴുതാൻ പറ്റില്ല മലയാളത്തില്. എങ്ങനെ എഴുതുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എ സൗണ്ട്. എ അല്ല, എയും ആയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സൗണ്ട് ചെയ്യാം. എ സൗണ്ട്. ആപ്പിൾ, ആപ്പിൾ, ആപ്പിൾ. മാൻ, anchor, bank, ബാങ്ക് അല്ലല്ലോ അല്ലെ, ബാങ്ക്. അപ്പൊ ഒരു ഗ്ലൈഡ് വരുന്നുണ്ട് അവിടെ. അങ്ങനെയാണ് ആ ലെറ്റർ നമ്മൾ ആ സൗണ്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യാം. ഈ 3 സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട്സ് എടുക്കുമ്പോൾ അത്യാവശ്യം സ്ട്രെയിൻ വരും കേട്ടോ, നന്നായിട്ട് സ്ട്രെയിൻ വരും. മാക്സിമം ഫോളോ ചെയ്യാം. എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുന്ന അറിയില്ല, കാരണം ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് നിമിഷവും ചുമ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ. Bit, sit, different, guilt. Okay, bit, sit, different, just isa. Already അറിയാം. Next eat, see, sleep. Okay, then sugar, good. Okay, sound. Like food. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫുഡ് നല്ലാട്ടോ കറക്റ്റ് ആയിട്ട് പറയണ്ടേ. ഫുഡ് ആണ്. ഓക്കെ, ഫുഡ്. ആൻഡ് മൂൺ. ഷൂട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്ന എവിടെയാണ്? ആ അറ്റത്തല്ലേ അല്ലെ, മൗത്തിന്റെ ആ ഓർഗന്റെ അറ്റത്തല്ലേ, നാക്കിലേക്ക് അറ്റത്തല്ലേ. നമ്മൾ അത്രയും പ്രഷർ ചെയ്യുന്നുണ്ടല്ലോ അവിടെ, സ്ട്രെസ് ചെയ്യുന്നില്ലേ? അവിടെ ഓപ്പൺ ആവുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് സൗണ്ട്. opinion, heart, office, not office അല്ല കേട്ടോ, office ആണ്, office. Next എന്താണ്? orange, over. Okay, and then a sound. Elephant, pet, cat. Okay, elephant, pet, cat. Then ഈ 2 സൗണ്ട് ഞാൻ പറയാം, എനിക്കത് എഴുതാൻ പറ്റിയിട്ടില്ല. ഇറ്റ്സ് ഫാദർ. ആ അണ്ടർലൈൻ ചെയ്ത പോർഷനിലാണ് ആ സൗണ്ട് വരുന്നത്. ഫാദർ, ആ സൗണ്ടിലാണ് വരുന്നത്. ഫാദർ, മദർ, ബ്രദർ. ഓക്കെ, അപ്പൊ ആ അണ്ടർലൈൻ ചെയ്ത ഈ ലെറ്ററിന്റെ അവിടെയാണ് ആ സൗണ്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഗേൾ. അത് ഓപ്പൺ ആവുന്നില്ലേ, ആ സൗണ്ട് ആണ് ഗേൾ. ബേർഡ്, കേർഡ്. ഓക്കെ, അപ്പൊ ഈ പ്യൂർ വേർഡ്സിന്റെ സൗണ്ട്സ് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇപ്പൊ ഊന്നുള്ള ആ സൗണ്ട്സ്, അതിൽ ഗുഡും ഫുഡും രണ്ടും എഴുതുമ്പോ ഏകദേശം ഒരേപോലെ അല്ലേ, പക്ഷെ സൗണ്ട്സ് മാറ്റമുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഈ സൗണ്ട്, ഈ സ്ട്രെസ് ആണ് ഇവിടെ കൊടുക്കേണ്ടതൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് നമ്മൾ പഠിക്കണം കേട്ടോ. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറയാന്ന് വെച്ചാൽ പഠിച്ചേ പറ്റൂ. ഏതൊക്കെ സൗണ്ട്സ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതായത് നമുക്ക് ഒരിക്കലും സ്പെല്ലിംഗ് വെച്ച് നമുക്കത് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എനിക്കിപ്പോ പറയാൻ പറ്റുകയാണെങ്കിൽ ഡബിൾ ഓ വന്നാൽ ഊ എന്ന് സൗണ്ട് എടുക്കാൻ പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ ഗുഡ്, ഇറ്റ്സ് നോട്ട് ഗുഡ് എന്നല്ല അവിടെ പറയാം, അല്ല ഗുഡ് അല്ല, ഇറ്റ്സ് ഗുഡ്. അതുകൊണ്ട് ഡബിൾ ഓ വരുന്ന എല്ലാ വേർഡ്സും ഊ എന്ന് പ്രൊണൗൺസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണ് അല്ലെ? മിസ്റ്റേക്ക് ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ഓരോ വേർഡ്സിന്റെയും പ്രൊണൗൺസിയേഷൻ പഠിച്ചേ പറ്റും. ഓക്കെ, പഠിക്കണം.
ഇത് ന്യൂ വേർഡ്സ് ആവുമ്പല്ലേ മാം കൺഫ്യൂഷൻ വരും. കേട്ട് ഫെമിലിയർ ആയ വേർഡ്സ് നമുക്കിപ്പോ അറിയാലോ. ഗുഡും ഫുഡും ഒക്കെ നമുക്കറിയാം. ഫുഡ് എന്നാ പറയുന്നത്. ന്യൂ വേർഡ്സിന് വരുമ്പോഴാണ് നമുക്ക് ഇനി പ്രശ്നം വരുന്നത് അല്ലേ? അതെ. അപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആയിക്കോട്ടെ, ന്യൂ വേർഡ്സ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങൾ എല്ലാം സെർച്ച് ചെയ്യുക. എല്ലാരും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ചെയ്തിരിക്കണം, മസ്റ്റ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിള് ഞാൻ 2 വേർഡ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒന്ന് പ്രൊണൗൺസിയേഷൻ എന്ന് പറഞ്ഞു അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന പറയാം. ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യാനൊന്നും പോകണ്ട, അറിയാവുന്ന പറഞ്ഞ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? ലിച്ചി, ലിച്ചി, ഡെനി. ലിച്ചി, ഡെനി, ഇങ്ങനെയാണ് നമ്മൾ പറയാം. ഇത് ഈ 2 വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് തന്നെയാണ് അല്ലെ? പക്ഷെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയല്ല കേട്ടോ. ലൈച്ചി, നോട്ട് ലിച്ചി, ലൈച്ചി. ലൈച്ചി ആൻഡ് ജിനായ്, ജിനായ്. ഓക്കെ, അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഇത്രയാണ്, നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഏത് വേർഡും ആയിക്കോട്ടെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അതുകൊണ്ട് സ്പെല്ലിംഗ് വൈസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു വേർഡും നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. സൗണ്ട്സ് വ്യത്യാസം വരും. അതുകൊണ്ട് ഓരോ വേർഡ് നമ്മുടെ ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യുന്നതോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതോ നമ്മൾ എപ്പോഴും പറയുന്ന വേർഡ് എന്തും ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഓക്കെ, കാരണം ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട് ഉണ്ട്. മനസ്സിലായോ? ഇവിടെ ഞാനിപ്പോ പറഞ്ഞ പ്യൂർ വൊവൽസ്, ഇപ്പൊ വൊവൽസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ സെന്റർ പോർഷൻ ആണ് എല്ലാവർക്കും മനസ്സിലായത് അല്ലെ? ഈറ്റ്, ഷുഗർ, ഓ. പക്ഷേ ഈ ഷുഗർ എഴുതിയത് കണ്ടില്ലേ? ഓരോന്നിനും ഓരോ സൗണ്ട് ഉണ്ട്. ഫുഡ് ആണെങ്കിലും എഫിന് സൗണ്ട് ഉണ്ട്, ഓയ്ക്ക് സൗണ്ട് ഉണ്ട്, ഡിക്ക് സൗണ്ട് ഉണ്ട്. ആ എല്ലാ സൗണ്ട്സും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആ വേർഡിന് കിട്ടുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ജിനായ്, ജിനായ് എന്നാ പറയാ, ജിനായ്. എന്തുകൊണ്ട് വൈക്ക് അവിടെ ഐ എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ വന്നു? സെർച്ച് ചെയ്യണം. ലൈച്ചി, ലൈച്ചി, നോട്ട് ലിച്ചി. Just wait a second. ഓക്കെ, അപ്പോ സൗണ്ട്സ് ക്ലിയർ ആയോ? മനസ്സിലായോ എത്രത്തോളം ഡിഫറെന്റ് ആണ് എന്ന് അല്ലെ? അപ്പൊ എല്ലാ വേർഡ്സും നമ്മള് സൗണ്ട് അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോ വൊവൽസ് പഠിച്ചു. ഇനി ഓരോന്ന് പഠിക്കുമ്പോൾ ഇത് ക്ലിയർ ആവട്ടോ, ഞാൻ പറഞ്ഞുതരാവേ. ഇനി നെക്സ്റ്റ്, ഇപ്പൊ ഇത് പ്യൂർ വൊവൽസ് ആണ് കേട്ടോ. നമ്മള് ക്ലാസിഫിക്കേഷൻ ചെയ്താല് പ്യൂർ വൊവൽസ് ആണ് ഇപ്പൊ നോക്കിയത്. ഇനി നെക്സ്റ്റ് ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സ് ഉണ്ട് അല്ലെ? ഡിഫ്തോങ്സില് 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 2 ലെറ്റേഴ്സ് നമ്മൾ പറയില്ല കേട്ടോ, 2 സൗണ്ട്സ് എന്നേ പറയുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഓരോ സ്ലൈഡ് കണ്ടോ? അതിന്റെ സ്ലാൻഡർ ലൈൻസ് എന്നാ പറയാ. ഈ ലൈൻസ് വെച്ചിട്ടാണ് ഓരോ, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ സൗണ്ട് നോക്കാം നമുക്ക്. ഇതില് ഏഞ്ചുവൽ, ഏഞ്ചുവൽ, എ സൗണ്ട് വരാം. എ 2 സൗണ്ട് കൂടെ ജോയിൻ ചെയ്യുന്ന സൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഏഞ്ചുവൽ, ഏഞ്ചുവൽ, aim, 8. Okay, next oil, boy, soil, coin. Okay, next I, already അറിയാം അല്ലെ? I symbol ആണ്. I, my, fine, my. Okay, then ear, here, dear. Okay, ear, here, dear.
then air, air, fair, hair, then poor, poor, poor sound ആണ് poor, poor, sure, pure, pure, okay, poor sound, then owl, bow, crowd, owl, okay, owl, owl ആ sound ആണ്. Then now, now, okay, it's not no, no അല്ല ട്ടോ, between no അല്ല, now, now, now അല്ല, NOW now അല്ല. ആ സൗണ്ട് നിങ്ങൾ പ്രത്യേകം എടുത്ത് കേൾക്കണം കേട്ടോ. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവും എന്നറിയില്ല, ഞാൻ പറയുന്നത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അവരെ പോലെ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, now, go, go, okay, so not go, let's go. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇംഗ്ലീഷ് മൂവീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവര് പറയുന്നത് ഒരിക്കലും ഗോ എന്നല്ല, ലെറ്റ്സ് ഗോ. ഓക്കെ, ഗോ, then how, how ഓൾറെഡി നമുക്ക് അറിയാം, അങ്ങനെ തന്നെയാ പറയാം how. അപ്പോ go, now, clear? ഡിഫ്തോങ്സ് ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പോ ഇത് വോവൽസും പ്യൂർ വോവൽസും ഡിഫ്തോങ്സും ആണ്. ഡിഫ്തോങ്സിൽ തന്നെ നമ്മൾ പഠിച്ചു നമുക്ക് ലോങ് വോവൽസും ഷോർട്ട് വോവൽസ് എന്നത് പറഞ്ഞു അല്ലെ. ക്ലാസിഫിക്കേഷൻ ഉണ്ട് ലോങ് വോവൽസും ഷോർട്ട് വോവൽസും, അത് പ്യൂർ വോവൽസിലാണുള്ളത്. ഇതില് നമ്മൾ ലോങ്ങിൽ പറയുന്നെല്ലാം ലോങ് വോവൽസും ഷോർട്ടായി പറയുന്നെല്ലാം ഷോർട്ട് വോവൽസും ആണ്. എക്സാമ്പിൾ ഇറ്റ്സ് എ ഷോർട്ട് വോവൽ. ഇറ്റ്സ് എ ലോങ് വോവൽ. ഓക്കെ, ദെൻ ഇ ഷോർട്ട്, E long, U short, U long, O short, O long. Clear? ഏതൊക്കെയാണ് ലോങ് വവൽസ് എന്നും ഏതൊക്കെയാണ് ഷോർട്ട് വവൽസ് എന്നും മനസ്സിലായല്ലോ. ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി, വവൽസിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോൺസണൻസ് ആണ്. കൺസണന്റ് സൗണ്ട്സ്. കൺസണന്റ് സൗണ്ട് സിമ്പിൾ ആണ്. നമ്മൾ പറയുന്ന പി, ബി, സി ഇതൊക്കെ ആണെങ്കിലും അങ്ങനെയല്ല പറയേണ്ടത്. P ആണോ? It's not P. It's a P. P sound ആണ്. Pan, pan, pan. Okay. Book, B sound ആണ്. Book, book. Ch ആണ്. T അല്ലാട്ടോ. ഒരിക്കലും നാക്ക് വളച്ച് T പറയാൻ പാടില്ല. തെറ്റാണത്, പക്കത്തെറ്റാണ്. നമ്മുടെ മലയാളത്തിൽ ട അല്ല ഇംഗ്ലീഷിലൊക്കെ വരുമ്പോ ch, കാറ്റിന്റെ ch എടുക്കണം കേട്ടോ. ch, watch out, watch out. It's a water. Then d നാക്ക് വളച്ചെടുക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഒരിക്കലും നമുക്ക് അങ്ങനത്തെ സൗണ്ട് ഇല്ല. d അല്ല, d. പല്ലിന്റെ അവിടെ പോയി നാക്ക് ടച്ച് ചെയ്യും, പക്ഷെ ഒന്ന് മൗത്ത് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ പറയാം. d. ഇവിടെ പ്രശ്നം വരും. d പറയുമ്പോൾ ഇവിടെ പ്രശ്നം വരുന്നില്ല. സ്ട്രെസ് ചെയ്ത് വരും അല്ലെ. മറ്റേത് എങ്ങനെയാണ്? സ്ട്രെസ് ചെയ്യുന്നില്ല, പക്ഷെ കുറച്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഡോഗ് അല്ല, ഡ അല്ല, നാക്ക് വളച്ച് ഡോ പറയരുത്. ഡോഗ്. ഓക്കെ, സൗണ്ട് കൈൻഡ്, കിങ്, വരണം. കുറച്ച് ഏർ പുറത്തോട്ട് വരും കേട്ടോ. ഗ്രേറ്റ്, ഗുഡ് സൗണ്ട് ആണ്. നമ്മള് ഗുഡ് എന്നൊക്കെയല്ലേ പഠിക്കുക, ഗു ആയിട്ട് എടുക്കുക അല്ലെ. നോട്ട് ഗു സൗണ്ട് ഇല്ല. സൗണ്ട് ജി വരുന്നുണ്ടെങ്കിൽ അവിടെ ഗ പ്രൊനൗൺസ് ചെയ്തേ പറ്റും. പിന്നെ അതിനുശേഷം വരുന്ന ലെറ്റേഴ്സിന് അതിൻ്റെതായ സൗണ്ട്സ് കൊടുക്കണം. അങ്ങനെയാണ് ഒരു വേർഡ് നമ്മൾ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യും. ഇത് ഗ സൗണ്ട് ആണ് കേട്ടോ. ഗ്രേറ്റ്, ഗുഡ്. ഓക്കെ, ഫാൻ ആണ്. ഓക്കെ, ഫൈറ്റ്, ഫ്രണ്ട്. ഓക്കെ, ഫൈൻഡ്. ക്ലിയർ? Then vanish. വരണം. വന്നാലേ അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. വാനിഷ് അല്ല, വാനിഷ്. സൗണ്ട് ആണ്, വാനിഷ്. think. It's think. തായല്ല കേട്ടോ, ഇത് തായല്ല. It's not ta. Think. Think. ഇത് ശ്രദ്ധിക്കണം. ഇത് എനിക്ക് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല, പക്ഷെ ഇത് മാക്സിമം പഠിച്ചേ പറ്റൂ. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കാം.
think. Okay, think. It's a think. എന്നാ പറയാ, think ആണ്. ഇനി the, feather, feather, feather. Okay, feather, feather, feather. അവിടെ ഫാദർ എന്ന് പറയുമ്പോ എഫിന് സൗണ്ട് വരുന്നുണ്ട്, ആ എക്ക് സൗണ്ട് വരുന്നുണ്ട്, ടിഎച്ചിന് സൗണ്ട് വരുന്നുണ്ട്, ഇക്ക് സൗണ്ട് വരുന്നുണ്ട്. ആർ അവിടെ കുറച്ച് സൈലന്റ് ആണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഫാദർ പറയാം. ഫാദർ, നോട്ട് ഫാദർ. ഫാദർ അല്ല, നമ്മൾ അങ്ങനെയല്ലേ ഫാദർ, മദർ, ബ്രദർ എന്നൊക്കെയല്ല പറയാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഫാദർ, ബ്രദർ, മദർ, ഫാദർ. Then sing, sing. S ആണ് ട്ടോ, s സൗണ്ട് ആണ്. Sing, sing. Zoom, zoom. ഒരു വൈബ്രേഷൻ, ഒരു വൈബ്രേറ്റിംഗ് മോഡാണ് അല്ലെ. z സൗണ്ട് ആണ്. Zoom, zoom and zoom. Pizza, pizza. മനസ്സിലായോ? പിസക്ക് എന്താണ് സൗണ്ട് വരാ? നമ്മൾ പിസ എന്നല്ലേ പറയാം, പിസ. പിസ്സ, പിസ്സ, പിസ്സ. ആ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. Then m sound. My, mango, mango. M sound വരണം. Then noon, none, night. N sound. Song, song, sing, cling. Okay, n sound. Loud. It's loud. L sound ആണ്. L. It's loud, loud. I like you. I love you. കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചറിയാൻ പറ്റും എന്തൊക്കെ വ്യത്യാസങ്ങൾ അതിലുണ്ടെന്ന്. ഓക്കെ, കാർട്ടൂൺസ് കാണുമ്പോൾ നമുക്ക് കഴിക്കുന്നത് മനസ്സിലാവും മാം. കറക്റ്റ് മനസ്സിലാവും. നമ്മ പറയുന്നത് ഐ ലവ് യു അല്ല, ഐ ലവ് യു. ആ ഐ ലവ് യു എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ല പറയുന്നുണ്ട്, അവിടെ വ് പറയുന്നുണ്ട്. ഓക്കെ, ലവ് യു, ലവ് യു. ആ വ് സൗണ്ട് വരുന്നുണ്ടോ? ഇങ്ങനെയാണ്. ഇനി റാറ്റ്, റാറ്റ് എല്ലാവരും പറയുന്നതാണ് റാറ്റ്. ഇറ്റ്സ് നോട്ട് റാറ്റ്. റായ് ഇല്ല, നമ്മുടെ മലയാളത്തിൽ റായ് ഇല്ല അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഴായും റായും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ എഴുതും കേട്ടോ. ഴായും റായും കൂടെ മിക്സ് ചെയ്ത് എഴുതും. ഇറ്റ്സ് റാറ്റ്, റാറ്റ്, റൈറ്റ്, റോട്ട്. ഇറ്റ്സ് റോങ്. ഓക്കെ, റോങ്. അപ്പൊ റായും റായും കൂടെ മിക്സ് ചെയ്തിട്ട് സൗണ്ട് ആണ് കേട്ടോ വരാം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് വെസ്റ്റേൺ ടൈപ്പ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, പറയാതെ. Then watch. It's a boy ആണ്, not wa. ആ സൗണ്ട് അല്ല. വാച്ച്, വാച്ച്, വാച്ചർ. അതുകൊണ്ടാണ് വാച്ചർ എന്ന് പറയുന്നത്. വാച്ചർ, വാച്ചർ. ഓക്കെ, വാച്ച്. Then hand, hand, hand. ഇത് ഫുള്ള് എഴുതിയെടുക്കണോ? എഴുതിയെടുക്കണമെങ്കിൽ എഴുതിക്കാം. എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യും കേട്ടോ. ക്ലാസ്സിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഓക്കെ. Then hand, hand. നല്ലോണം വേറെ പുറത്തോട്ട് വരും കേട്ടോ. hand. ear, ear. അവരുടെ അറിയാം, സിമ്പിൾ ആണ്. ear. shadow, shadow, shadow. pleasure, pleasure. ആ സൗണ്ട് ആണ് അവിടെ വരുന്നത്. pleasure, 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 measure. ഓക്കെ, measure. ആ സൗണ്ട് ആണ്. church. It's a ch sound. church, church. chat, chat. Okay, ch sound. And j, judge, jam. എന്നൊക്കെ പറഞ്ഞാൽ judge, j sound ആണ്. ഓക്കെ, അപ്പോ ഇത്രയും സൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പഠിച്ചത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതാണ് സൗണ്ട്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത് ട് സൗണ്ട്, ട് സൗണ്ട്, ഋ സൗണ്ട്. ആറ് ടി ട് ടി. ഈ മൂന്ന് സൗണ്ട് നന്നായിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചിട്ടാൻ പറ്റും. എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്സ് അതാണ്. എല്ലാവരും പറയുന്നത് പണ്ടത്തെ പോലെയാണ്. ഡോഗ്, റാറ്റ്, ബാറ്റ് അല്ലെ, അങ്ങനെയൊക്കെയാണ്. ടി ആണ് പറയാം. മോസ്റ്റ്ലി ടി പറയുന്നു, റാ പറയുന്നു, ഇതൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് എന്ത് സൗണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടോ. ഇതാണ് ക്ലാസിഫിക്കേഷൻ. വൊവൽസ് പഠിച്ചു, കൺസണൻസ് പഠിച്ചു, പ്യുവർ വൊവൽസ്, ഡിഫ്തോങ്സ്, അതിലത്തെ ലോങ് വൊവൽസ് ഉണ്ട്, ഷോർട്ട് വൊവൽസ് ഉണ്ട്. അവരുടെ നമ്മൾ പഠിച്ചാണ്. ഇനി ഇതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്ന രീതി കേട്ടോ. ഞാൻ എഴുതുന്നത് മനസ്സിലായാലോ? നമ്മൾ എഴുതുമ്പോൾ പല രീതിയിൽ വരും. ഇതൊക്കെയാണ്, ഇതെല്ലാം നോക്കി എഴുതുക.
കണ്ടോ ലോങ് വവൽസ് ആണത്. ഇ, ആ, ഉ, അല്ലെ, സൗണ്ട്, ഉ സൗണ്ട് ഒക്കെ ലോങ് വവൽസ് ആൻഡ് ദിസ് ഇസ് ഷോർട്ട് വവൽസ്. ഇ, എ, അല്ലെ, ഓ സൗണ്ട്, അ സൗണ്ട്, ഉ സൗണ്ട്, അ സൗണ്ട്. ഇത് ഡിഫ്തോങ്സ് ആണ്. അവിടെ നമ്മൾ പഠിച്ചു. കോൺസണൻസ് ആണ്. ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതില്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ഓരോ വേർഡ്സും നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മളെല്ലാം പഠിച്ചത് ഓരോ സൗണ്ട്സ് ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ലെറ്റേഴ്സ് വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരിക്കലും ലെറ്റേഴ്സ് അല്ല, സൗണ്ട്സ് ആണ് കേട്ടോ. അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കണ്ടോ പെൻ, പെൻ എഴുതിയേക്കണുണ്ടോ ഇവിടെ? നമുക്ക് ഇവിടെ ലൈൻ കണ്ടോ, 2 ലൈൻ കണ്ടോ? ഇതിനാണ് സ്ലാൻഡർ ലൈൻസ് എന്ന് പറയുന്നത്. ഈ ലൈൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞു തുടങ്ങി എന്തെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ 2 ലൈൻ ഇടും. അതിനുശേഷം ഒരു ലൈൻ ഇടും. ഇങ്ങനെയാണ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ലൈൻ ഇടും. ദെൻ എന്തെങ്കിലും കോമയോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് ഒറ്റ ലൈനിൽ അവസാനിപ്പിക്കുക. അതിനിടയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഷോർട്ട് ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലൈൻ വെക്കും. അങ്ങനെയാണ് എഴുതുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതി പോവാം. പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ഫാൻ, ഫാൻ, ഇവിടെ സൗണ്ട് എങ്ങനെയാ വരാ? സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്, ന സൗണ്ട് ഉണ്ട്. അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യണം. ഫാൻ, ഫാൻ, ഇറ്റ്സ് എ ഫാൻ. ബാറ്റ്, ബാറ്റ്. ആ എ സൗണ്ട് കണ്ടോ നടുക്ക്? ബ സൗണ്ട് ഉണ്ട്, എസ് സൗണ്ട് ഉണ്ട്, ജി സൗണ്ട് ഉണ്ട്. ബാറ്റ്. ഓക്കെ, ഇറ്റ്സ് ബാറ്റ്, ബാറ്റ്. Then T, T, T. Did, did, did. I did that. I did it. എന്നൊക്കെ പറയുന്നത്. Then cat, cat. Got, caught, got. Chair, 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 chair. Then jam, jam, jam. Okay. Then fall, fall, fall. L sound ആണ് fall. Ban. Okay. Ban, ban. Ten. That's a 10. His, his, his. ആ TH രണ്ടും TH ആണ് വന്നിരിക്കുന്നത്. പക്ഷെ രണ്ടിന്റെയും സൗണ്ട് എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. അവിടെ വന്നിരിക്കുന്ന ലെറ്റർ കണ്ടോ? സൗണ്ട് കണ്ടോ? വ്യത്യാസം ഉണ്ട്. അതുപോലെ ദിസ് this. Okay, it's a this ആണ്. Okay, then saw, saw. It's a saw, saw ആണ് കേട്ടോ. saw, not saw, saw. diphthongile സൗണ്ട് ആണത്. ആ സൗണ്ട് ആയതിന്റെ saw. Zoo, zoo. Shoe, shoe. Vision, vision. Hat, hat. Man, man. Na, na. Sing, sing. Leg, leg. Rat, rat. Yes, yes. But, but. See, let's see. Happy, happy, happy. Sit. Tan, cat. Father. Father എഴുതിയാൽ നോക്കിയാൽ നിങ്ങള് കണ്ടോ? ഇങ്ങനെയാണ്. ഇത്രയും സൗണ്ട്സ് നമ്മൾ അവിടെ പറയണം. Father, father. Got, got. So, so. ആ സൗണ്ട് so സൗണ്ട് ആണ് കേട്ടോ. Not ow. So അല്ല. So, so. Put. Actual, 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 not actual. Actual like actual. No. A sound on actual. 2. Cup, board, about, about. Say, ga, ga. 5. Na, ball. Neon, neon. നിയർ. ആ ബ്രാക്കറ്റിൽ ആറ് വെച്ചിരിക്കുന്നത് കുറച്ച് സൈലന്റ് ആണ്, പക്ഷെ നമ്മൾ നല്ല പറയുന്നുണ്ട് താനും കേട്ടോ. ഹെയർ, ഹെയർ, ഹെയർ. പ്യുർ, പ്യുർ. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ?
നന്നായിട്ട് സ്ട്രെയിൻ വരും. ഇത്രയും ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നുണ്ടല്ലോ, നന്നായിട്ട് സ്ട്രെയിൻ വരുന്നുണ്ട്. എന്താണ് ഫോണിറ്റിക്സ് എന്താണെന്ന് ഇപ്പൊ ക്ലിയർ ആയോ? എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഓരോ വേർഡ്സ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ? ഇതെല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ഇംഗ്ലീഷ് വേർഡ് നമുക്ക് കിട്ടിയാലും നമ്മളത് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒട്ടത്തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒട്ടത്തെറ്റാണ്, നമ്മൾ ഇതുവരെയും പറഞ്ഞു തെറ്റാണ്. അപ്പൊ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഓരോ വേർഡ് പറയുമ്പോഴാണെങ്കിലും നമ്മള് അത് നന്നായിട്ട് കേട്ടതിന് മാത്രം, പ്രൊണൗൺസിയേഷൻ കേട്ടതിന് മാത്രം, അങ്ങനെ മാത്രം പഠിച്ച് പറയാൻ നോക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാട്ടോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓരോ വേർഡ്സ് ഫെമിലിയറായി എന്ത് വേർഡ് ആയിക്കോട്ടെ എല്ലാം ഇന്ന് തുടങ്ങി പഠിച്ചോളൂ. ഇന്ന് തുടങ്ങി എല്ലാത്തിന്റെയും പ്രൊണൗൺസിയേഷൻ നന്നായിട്ട് കേൾക്കുക, അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. കീപ് പ്രാക്ടീസിങ്. ഓക്കെ, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ടോൺ തന്നെ മാറിപ്പോ, ആ ഒരു മോഡുലേഷൻ ഇതെല്ലാം മാറും. നമുക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമ്മൾ അന്നൊന്നും കാര്യമാക്കില്ല. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇവിടെ എനിക്ക് പോലും ഉണ്ടായിരുന്നു, ഞാൻ ലിറ്ററേച്ചർ ആണ്, ആ ടൈമിൽ ഞാൻ പഠിച്ചാണ്. പക്ഷെ ഇത്രയും അന്ന് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എനിക്കിപ്പോ തോന്നുന്നു. പക്ഷെ അന്നൊന്നും കാര്യമാക്കിയില്ല. ഫോണിറ്റിക്സ് അല്ല, എക്സാമിന് ഇല്ലല്ലോ. നമ്മള് ഇതുവരെയും ഇംഗ്ലീഷ് പഠിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ നിങ്ങൾക്ക്? എക്സാമിന് മാർക്ക് വാങ്ങിക്കാൻ. അതെ, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഗ്രാമർ ഒന്നും അറിയാതെ എല്ലാം അറിയാണ്ട് പോയത്. അതുകൊണ്ടാണ് നമ്മൾ എക്സാമിന് മാർക്ക് വാങ്ങണം, എക്സാമിന് എങ്ങനെയും പാസ് ആകണം. ഇതിൽ മാത്രമാണ് ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു ലാംഗ്വേജ് ആണല്ലേ. അപ്പൊ ഇനി മുതൽ മക്കളോടാണെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക, പ്രൊണൗൺസിയേഷൻ ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കുക. കാരണം ഇനി അങ്ങോട്ട് ഇംഗ്ലീഷൊക്കെ അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്കിപ്പോ അവര് കറക്റ്റ് ആയാണ് ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നതാണ് തെറ്റ്. അവരിപ്പോ കറക്റ്റ് വാട്ടർ അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്, വാട്ടർ. നോ, ടായല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. വാട്ടർ ടു പറയണം കേട്ടോ, കാറ്റിന്റെ ടു ആണ്, മസ്റ്റ് ആണ്. നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് നമ്മൾ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അറിയില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റും. വാച്ചർ കണ്ടോ, വാച്ചർ ആ സ്ലാങ്ങിൽ പറയുന്നത് കണ്ടോ. വാട്ടർ എന്ന് പറയാം, give me some water എന്ന് ചോദിക്കാം, give me some water. കണ്ടോ അറിയുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. അവർക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് വിചാരിക്കും. അപ്പൊ അതേപോലെ പഠിക്കാട്ടോ, കളിയാക്കോട്ടോ. ചിലപ്പോ കളിയാക്കും, എന്തെന്നാ നീ പറയുന്നത്, മര്യാദക്ക് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമാണ്, പക്ഷെ ഒന്ന് മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെയാണ് പറയുന്നേ എന്ന് പറയണം. ഞാൻ ഇങ്ങനെയാ പഠിച്ചത്, ഇങ്ങനെയാണ് പറയേണ്ടത്, മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മുടെ കേട്ട് നമ്മുടെ മക്കളോ ആരെങ്കിലും ഒക്കെ പഠിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഒരു ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഏതൊരു കാര്യം പഠിക്കണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു കാര്യം നമുക്ക് നടക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറച്ചെങ്കിലും ഇംഗ്ലീഷിനെ സ്നേഹിച്ചു തുടങ്ങി. ആദ്യം കുറച്ചു പേടിയായിരുന്നു, ദേഷ്യമായിരുന്നെങ്കിൽ ഇപ്പോ നിങ്ങൾ ഇംഗ്ലീഷിനെ അത്യാവശ്യം നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. തിരിച്ചും അല്ലെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരിച്ചു നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ചെങ്കിലും സിമ്പിൾ ആയിരിക്കും. നന്നായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു, നമ്മള് ഒരു ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക, നമ്മളതിന് കുറെ നടക്കുക അല്ലെ. നമ്മുടെ എന്താണ് ലവേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് കുറെ നടന്ന് അല്ലെ, ഇങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ലാംഗ്വേജ് കേട്ടോ. നമ്മൾ ഒരുപാട് ഇത് സ്നേഹിക്കുക. കുറെ നാളായുമ്പോൾ അത് മൈൻഡ് ചെയ്യില്ല. അത് സത്യമാണ്. ഇംഗ്ലീഷ് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കുകയാണ്, തിരിച്ച് സ്നേഹിക്കും. സ്നേഹിച്ചാലോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയുമില്ല. അങ്ങനെയാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നമ്മൾ കുറച്ചെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലിരിക്കും. ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ അറിയാം, നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ, ക്വാളിഫിക്കേഷൻസ് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. സർട്ടിഫിക്കറ്റ്സിന് എണ്ണോ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല കാര്യം. സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്കില്ല് വേണം, പ്രത്യേകിച്ച് ലാംഗ്വേജ് സ്കില്ല്. ലാംഗ്വേജ് സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ജോലി എടുക്കാം. ഫിനാൻഷ്യലി ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേബിൾ ആകും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്താ ലാംഗ്വേജ് സ്കില്ല് എന്നുള്ളത്. വെറുതെ കിട്ടില്ല ആ സ്കില്ല്, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റൂ. നന്നായിട്ട് പഠിക്കുക, പറഞ്ഞു പഠിക്കുക. ഏറ്റവും എളുപ്പ വഴി എന്താണെന്നറിയോ? നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാ ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിക്കുക എന്ന് എല്ലാവരും ആലോചിക്കും. വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരുണ്ടാകാം അല്ലെ. ചെയ്യേണ്ടത് ഇത്രയാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, അവര് പറയുന്ന ഓരോ സെന്റൻസും നമുക്ക് അറിയാവുന്ന സെന്റൻസ് ആണ്, നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഓരോ സെന്റൻസ് എഴുതി വെക്കുക, എന്നിട്ട് അവർ പറയുന്ന പോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത് നമ്മുടെ കയ്യിലായി. നമുക്ക് എപ്പോഴെങ്കിലും ആ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ സെന്റൻസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, വിത്തൗട്ട് എനി മിസ്റ്റേക്സ്, വിത്തൗട്ട് എനി
എനി ഹെസിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് തോന്നിയത് ഒന്നും ടെൻഷൻ ഒന്നും തോന്നില്ല. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു കാര്യമാണ്. കറക്റ്റ് ആ ഒരു മോട്ടിവേഷനിൽ തന്നെ പഠിക്കുക. ഒരു നോട്ട്ബുക്ക് വാങ്ങുക, എന്നിട്ട് ഒരുപാട് മൂവീസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും കാണാം. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെന്റൻസ് അവർ പറയും. ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് സെന്റൻസ് അവർ പറയും. ഇതെല്ലാം നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഷുവർ ആണ് കേട്ടോ, അത് ഗ്യാരണ്ടി ആണ്, ഷുവർ ആണ്. മസ്റ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. സിമ്പിൾ ആണ്. അല്ലാതെ വീഡിയോസ് മാത്രം കേട്ടുകൊണ്ട് ഒരിക്കലും ആരും ഇംഗ്ലീഷ് സംസാരിച്ചതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. മിസ്, ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട്, കേൾക്കാറുണ്ട്, വീഡിയോസ് കേൾക്കാറുണ്ട്, പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്, അതൊക്കെ എല്ലാവരും പറയും. പക്ഷെ കേട്ടാൽ മാത്രം പോരാ, അതെല്ലാണ്ട് നമ്മൾ നോട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അത് ഷുവർ ആണ്. ഇപ്പൊ ഏത് ഇംഗ്ലീഷ് പോട്ടെ, വേറെ ലാംഗ്വേജ്, തമിഴ് ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ മൂവീസ് കാണാറുണ്ട്. പക്ഷെ അവർ പറയുന്ന പോലെ സംസാരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പ്രാക്ടീസ് ചെയ്യാണ്ട് പറ്റില്ല. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോ നന്നായിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രം, അല്ലാണ്ട് തിയറീസ് മാത്രം പഠിച്ചു എനിക്ക് ഗ്രാമർ അറിയാം, തിയറീസ് അറിയാം, എല്ലാം അറിയാം, എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഓക്കെയാണ്. ഇനി വേണ്ടത് എന്താണ്? പറയണം, സംസാരിക്കണം. അതിന് വേണ്ടത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് നമ്മുടെ മൗത്തിൽ ഫ്ലെക്സിബിലിറ്റി വരണം. ഏതൊരു വേർഡ്സ് ആണെങ്കിലും നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് പറയാൻ പറ്റണം. വെള്ളി വീഴാൻ പാടില്ല. വെള്ളി വീഴുന്നത് എന്തുകൊണ്ടാണ്? പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. മലയാളം സംസാരിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒട്ട തെറ്റുകൾ പറഞ്ഞാണ് സംസാരിച്ചത്. അങ്ങനെ നമ്മൾ ആരും കറക്റ്റ് ചെയ്തില്ല, അല്ലെ? കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കുഞ്ഞുങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്യോ? ഒരിക്കലും. അവര് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർ കേട്ട് കേട്ട് പഠിച്ചു. എങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതാണ്. പ്രാക്ടീസ് ചെയ്തില്ലായെങ്കിൽ അവരിന്നും സംസാരിക്കോ? എന്തിനു നമ്മൾ സംസാരിക്കും മലയാളം? ഒരിക്കലും ഇല്ല. അപ്പൊ പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചു. ഇംഗ്ലീഷ് എന്താണെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ഏതൊക്കെ വേർഡ്സും എങ്ങനെ ഏതൊക്കെ ലെറ്റേഴ്സ് ആണെന്നും മൊഡാൽസ് ഏതൊക്കെ യൂസ് ചെയ്യണം, ഗ്രാമേഴ്സ് ആണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പറയാം. ഒരു സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും വിത്തൗട്ട് എനി മിസ്റ്റേക്സ്, വിത്തൗട്ട് എനി ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? വിത്തൗട്ട് എനി ഗ്യാപ്പ്, ഒരു ലാഗ് ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോഴും പറ്റില്ല. ഷുവറാണ്, എപ്പോഴും പറ്റില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് വരും. സ്റ്റക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് പറയും, ഗ്രാമർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ 10 month ഡ്യൂറേഷനിൽ ഗ്രാമർ പഠിപ്പിക്കാം, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഷുവർ ആണെന്ന് പറയും. പക്ഷെ ഫ്ലുവൻസി അതെനിക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറയും. കാരണം എന്താണ്? ഫ്ലുവൻസി ചെയ്തു തരേണ്ട ഞാനല്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾ ഫ്ലുവൻറ്റ് ആവും. അത് എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, നമ്മള് മനസ്സിലൊരു സെന്റൻസ് ഫുള്ള് ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ അത് പുറത്തേക്ക് പറയുമ്പോ കിട്ടുന്നില്ല, പകുതി വെച്ച് കട്ടായി പോകും. കട്ടായോ? ഷുവറാണ്. പ്രാക്ടീസ് ചെയ്യാത്തുണ്ട. ആ മനസ്സിൽ വരുന്ന സെന്റൻസ് ഒന്ന് എഴുതി വെക്കാം, പറയാം. ഒരു 5 or 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. പിന്നെ നിങ്ങൾ അത് ഒരിക്കലും മറക്കില്ല, ബൈ ഹാർട്ടായി. പിന്നെ സിമ്പിൾ ആയിട്ട് ആ സെന്റൻസ് എപ്പോ വേണമെങ്കിലും പറയാൻ പറ്റും. മനസ്സിലായോ? പ്രാക്ടീസ് ഇല്ലാതെയാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. ഫസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക, അനുസരിക്കുക, അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്ന വെച്ചാൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഷുവർ ആണ്. എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഷുവർ ആയിട്ട് ഇമ്പ്രൂവ് ആവും. ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷെ ആരും ഇല്ല സംസാരിക്കാനുണ്ട്. ഇനിയിപ്പോ ജെമിനൈ ഉണ്ട്. ഓക്കെ, ജെമിനൈനോട് സംസാരിക്കാം. ഇനി അഥവാ ഓപ്പോസിറ്റ് ആരെങ്കിലും മനുഷ്യന്മാരെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചിട്ട് ചുമ്മാ എന്തെങ്കിലും പട്ടത്തിട്ടാണെങ്കിൽ ചുമ്മാ സംസാരിക്കാം. മനസ്സിലായോ? അതൊക്കെ ഒരു നല്ലൊരു ചാൻസ് ആണ്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ അവരെ അറിയില്ല, മെയിൻലി നമ്മൾ അവരെ അറിയില്ല. നമുക്ക് എന്തും പറയാം. അവരവിടെ നിന്ന് കറക്റ്റ് ആയിട്ടൊക്കെ പറയും, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എന്തുകൊണ്ടെങ്കിലും പറയാലോ. അതാണ് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ കസ്റ്റമർ കെയർ വിളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ജെമിനൈ ആകുമ്പോൾ നമ്മളെ കുറച്ച് ലാഗ് ചെയ്യും സംസാരിക്കുന്നത്, ആലോചിച്ചിട്ടൊക്കെ പറയും. കോൺവെർസേഷൻ ആകുമ്പോ
അത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ അവർക്ക് ശല്യമായിട്ട് അവർ ബ്ലോക്ക് ചെയ്യും, അത് വേറെ കാര്യം. നമുക്ക് വേറെയും പിടിക്കാലോ, ഇഷ്ടംപോലെ കസ്റ്റമർ കെയർ ഉണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ വിളിക്കാം, സംസാരിക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്ലുവൻ്റ് ആവും. കാരണം നമ്മളെ സംസാരിക്കാത്തത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ അറിയാം, അവർ നമ്മളെ കളിയാക്കോ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കസ്റ്റമർ കെയർ ആകുമ്പോ അങ്ങനെ വിഷയമൊന്നുമില്ല. മലയാളീസ് ആയിരിക്കില്ല, പുറത്താരെങ്കിലും വിളിച്ച് വർത്തമാനം പറയാം കേട്ടോ. അപ്പോ അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്താണ് ഇഷ്യൂസ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അത് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരാം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? യെസ് മാം. യെസ്. അപ്പൊ ക്ലാസ് ഓക്കെ ആണോ? നമ്മളെ ഫസ്റ്റ് ടൈം ആണ്, എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ക്ലാസ് എങ്ങനെയുണ്ട്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മൈ ക്ലാസ്? ഡു യു ഹാവ് എനി സജഷൻസ്? എന്താണെങ്കിലും ഒന്ന് പറയാമോ? പോസിറ്റീവ്സ് ഓർ നെഗറ്റീവ്സ്, യു ക്യാൻ സേ എനിത്തിങ്. നല്ല ക്ലാസ്സാണ് മിസ്സേ. മിസ് തന്നെ പഠിപ്പിച്ചാൽ മതി ഇനി. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഈ പ്രൊനൗൺസിയേഷനെ കുറിച്ച്. ടീച്ചറിന്റെ ക്ലാസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ കൂടുതൽ തന്നെ പിടികിട്ടിയിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ കിട്ടാത്തതും ഉണ്ട്. ഓക്കെ, കിട്ടാത്ത കാര്യങ്ങള് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ടീച്ചറിനെയും അല്ലെങ്കിൽ ആരെയും നിങ്ങൾ ആശ്രയിക്കാൻ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് വന്നു ഡിപ്പെൻഡ് ചെയ്യണ്ട. ഗൂഗിൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്തുവാണെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. എന്തും, പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിലാണെങ്കിലും വേർഡ്സിന്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ആവട്ടെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് സ്വയം ക്ലാരിറ്റി വരുത്താവുന്നതാണ്. ആരോടും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോവാം കേട്ടോ. ഫസ്റ്റ് അറിയാലോ, എക്സ്പീരിയൻസ് ആണ്, എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എല്ലാവരും എവരിവൺ ലേൺസ് ഫ്രം എക്സ്പീരിയൻസ് എന്ന് പറയും. എല്ലാം പഠിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ്, മിസ്റ്റേക്സിലൂടെയാണ് എല്ലാം പഠിക്കുന്നത്. ആരും പെർഫെക്റ്റ് അല്ല, അത് മനസ്സിലാക്കുക. ആരും പെർഫെക്റ്റ് അല്ല, ആരും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരും അല്ല. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് എല്ലാവർക്കും ആ ഒരു സ്കില്ല് കിട്ടിയതും അല്ല. എല്ലാവരും പഠിച്ചാണ് വന്നിരിക്കുന്നത്. ഈവൻ ഞാൻ പോലും ഫസ്റ്റ് തന്നെ ക്ലാസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ഒരുപാട് പൊട്ടത്തെറ്റുകളൊക്കെ പറയുന്നുണ്ട്. ടെൻഷൻ, നമ്മൾ ഭയങ്കര ടെൻഷൻ ആവും. ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകാരവും ഇല്ല. അതാദ്യം മനസ്സിലാക്കാം. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായ കാര്യങ്ങളാണ്. ടെൻഷൻ അടിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ടീച്ചർ ആകാൻ പോവാണല്ലോ, നിങ്ങൾ ടീച്ചറാണ്. ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരുടെ നിന്നും പോസിറ്റീവ് ഒപ്പീനിയൻ മാത്രം കേൾക്കും എന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെഗറ്റീവ്സും വരും. നെഗറ്റീവ്സ് വന്നാല് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നെഗറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്നത്, അത് അക്സെപ്റ്റ് ചെയ്യാം. അതെന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. കാരണം ഏറ്റവും ബെറ്റർ വേ അതാണ്. നമ്മൾ ഒരിക്കലും അതിനെ നമ്മൾ ഡിസഗ്രി ചെയ്യാനോ ഒന്നും പോകണ്ട. അവർക്ക് നെഗറ്റീവ് തോന്നിയോണ്ടാണ് അവർ പറയുന്നത്. നെഗറ്റീവ്സ് പറയുന്നവരെ നമ്മൾ എന്താണ് റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ഒരു ദേഷ്യം ഒന്നും വിചാരിക്കരുത്. ഓരോ മിസ്റ്റേക്സും നമ്മളോട് പറയുന്നു, അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ്സ് മാത്രം എക്സ്പെക്ട് ചെയ്ത് ഒരു കാര്യവും ചെയ്യരുത്. എക്സ്പെക്ടേഷനേ വേണ്ട, ഒന്നും എക്സ്പെക്ട് ചെയ്യാനേ പാടില്ല. ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാൻ പാടില്ല. പ്രതീക്ഷ എപ്പോഴും നമുക്കൊരു സങ്കടം തരും. ജസ്റ്റ് ഒരു ചെറിയൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, റിജക്ട് ചെയ്യാം. പക്ഷെ എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വരും. കാരണം എനിക്ക് ഒരുപാട് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. എന്റെ ടീച്ചിങ്ങിലാണെങ്കിൽ കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്, നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോ ആലോചിക്കുമ്പോൾ അതെല്ലാം നല്ലതിനാണ്. കാരണം ആ കംപ്ലൈന്റ്സും നെഗറ്റീവ്സും ആണ് ഞാൻ ഒരുപാട് കറക്റ്റ് ചെയ്യാനും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്തൊക്കെയാണ് എന്റെ നെഗറ്റീവ്സ് എന്ന് എനിക്ക് ക്ലിയർ ചെയ്ത് അത് ഫോളോ ചെയ്ത് പോകാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് മിസ്റ്റേക്സോ നെഗറ്റീവ്സോ കംപ്ലൈന്റ്സോ എന്തു ആയിക്കോട്ടെ വന്നാല് ആക്സെപ്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവാ. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? എന്തോ ആരൊക്കെയോ എന്തൊക്കെ പറയാൻ വന്നല്ലോ, പറയൂ കേട്ടോ. സംസാരിച്ചോളൂ, ആരാണ് പറയാൻ വന്നത്? ആദ്യത്തെ ക്ലാസ് ആണെങ്കിലും മിസ് നല്ലോണം ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. മിസ്സിന്റെ സംസാരം കേട്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട്. ആദ്യമായിട്ട് ക്ലാസ് എടുക്കാന്ന് പറയാൻ പറ്റത്തേ ഇല്ല. താങ്ക് യു. പിന്നെന്താ, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്സിന്റെ ക്ലാസ് സൂപ്പർ ആണ് കേട്ടോ.
മിസ്സിന്റെ ക്ലാസ് സൂപ്പറാണ് മിസ്സിന്റെ കേട്ടോ. ക്ലാസ് സൂപ്പറാണ്, കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ പ്രൊനൗൺസിയേഷൻ. ഇനി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തുള്ളായിരുന്നു. ഓക്കെ, ഈ ക്ലാസ് കൂടുതൽ മനസ്സിലായില്ല. ഗ്രാമർ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. മിസ്സിന്റെ ക്ലാസ് ഇത് നല്ല വോയിസ് ആണ് മാം മാം. ഇത് കിട്ടുമല്ലേ? അപ്ലോഡ് ചെയ്ത് കിട്ടുമല്ലേ? ഇത് ഫുള്ള് എഴുതി എടുത്തിട്ട് കാണാപാഠം പഠിക്കുമല്ലോ. കിട്ടുമല്ലേ? വേണ്ട കാണാപാഠം പഠിക്കില്ല കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക, കേട്ട് പഠിക്കുക. ഇതെല്ലാം അപ്ലോഡ് ചെയ്യും കേട്ടോ, ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ മാം. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം ആവണേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇനി കോൺവെക്കേഷൻ വരും. കോൺവെക്കേഷൻ വരുമ്പോ എന്നെ വെയിറ്റ് ചെയ്യും, കാണും, വന്ന് സംസാരിക്കാം കേട്ടോ. മിസ്സിനോട് സംസാരിച്ച് തിരിച്ച് സംസാരിക്കോ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു ദിവസത്തെ പരിചയമാണെങ്കിൽ പോലും വന്ന് സംസാരിക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. ക്ലാസ് ഓക്കെ ആണ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. സ്പീഡ് ഉണ്ട്. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. സ്പീഡ് എനിക്ക് എല്ലാ ക്ലാസ്സിലും കിട്ടുന്ന കംപ്ലൈന്റ് ആണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുക. എന്നാലും കുറച്ചൊക്കെ മനസ്സിലായല്ലോ അല്ലെ? കുഴപ്പമില്ല, ക്ലിയർ ആണ്. അപ്പൊ മനസ്സിലായി മാം. മനസ്സിലായി. ഓക്കെ, അപ്പോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. എല്ലാ വേർഡ്സും ഇന്ന് മുതൽ പുതിയ പുതിയ വേർഡ്സ് പഠിക്കുക, പുതിയ വൊക്കാബുലറി പഠിക്കുക. അറിയാവുന്ന വേർഡ്സ് ആണെങ്കിലും ഫെമിലിയർ വേർഡ്സ് ആണെങ്കിലും പ്രൊണൗൺസിയേഷൻ പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ മൂവീസ് കാണാം, സെന്റൻസ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയിൽ നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഉണ്ടല്ലോ, വാട്സപ്പില് വോയിസ് നോട്ട് ഉണ്ടല്ലോ, നമ്മളത് നമുക്ക് തന്നെ ടെക്സ്റ്റ് യുവർ സെൽഫ് അല്ലെ, മൈസെൽഫ് ചെയ്യാം. മെസ്സേജ് ടു മൈസെൽഫ് എന്ന് പറയണ്ടല്ലോ, നമുക്ക് അതിൽ മെസ്സേജ് അയക്കാം, വോയിസ് അയക്കാം കേട്ടോ. നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് മെസ്സേജ് ടെക്സ്റ്റ് അയക്കും ഇംഗ്ലീഷ്. അതെന്തേ ചെയ്യണ്ടേ? വോയിസ് അയക്കണം. ഓക്കെ, അപ്പൊ വോയിസ് അയക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് തന്നെ സ്വയം അയച്ചയച്ച് പഠിക്കാം. കേട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്റെ വോയിസ്. എന്റെ വോയിസ് തന്നെയാണോ എന്നൊക്കെ തോന്നും കേട്ടോ നിങ്ങൾക്ക്. ആ ഒരു മോഡുലേഷൻ ഒക്കെ വരുമ്പോഴേ നിങ്ങളുടെ സൗണ്ട് തന്നെ മാറിപ്പോകും. ഓക്കെ, അപ്പൊ ആ ഒരു മോഡുലേഷൻ ഒക്കെ വരുന്നത് വരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാം, കേട്ട് നോക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം, എന്നിട്ട് റെക്കോർഡ് ചെയ്യാം, കേട്ട് നോക്കാം. കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. അത് ഷുവറാണ്. ഓക്കെ, അപ്പൊ ഇന്ന് മുതല് പ്രാക്ടീസ് ചെയ്യാലോ അല്ലേ? ഓക്കെ, അപ്പൊ ബോറടിച്ചൊന്നുമില്ലല്ലോ? ടൈം അത്യാവശ്യം ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട്. ബോറടിച്ചോ? ഇല്ല, വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ലല്ലോ? മൈൻഡ് ചെയ്താലോ? മൈൻഡ് ചെയ്യാം. Okay, so let's wind up today's class. Okay, thank you all. See you on next class. എല്ലാ ക്ലാസ്സിലും നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോ ബൈ ടു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.